മിറർ വർക്കിൻ്റെ 17ാമത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. ലിവിങ് സ്ട്രെസ് ഫ്രീ, ഇതാണ് ഇന്നത്തെ വിഷയം. സ്ട്രെസ് ഈസ് എ ഫിയർ റിയാക്ഷൻ ടു ലൈഫ് ആൻഡ് ഇറ്റ്സ് കോൺസ്റ്റൻറ്റ് ചേഞ്ചസ്. ജീവിതത്തെയും അതിൻ്റെ നിരന്തരമായ മാറ്റങ്ങളെയും ഭയത്തോടുകൂടി റിയാക്റ്റ് ചെയ്യുന്നതാണ് സ്ട്രെസ്. സ്ട്രെസ്സിന് പല കാരണങ്ങൾ ഉണ്ട്. ചിലർ സ്ട്രെസ്ഡ് ആകുന്നത് പണം സംബന്ധിച്ചാണ്, മറ്റു ചിലർക്ക് ജോലി സംബന്ധിച്ചാണ്, വേറെ ചിലർക്ക് ആരോഗ്യപരമായ കാര്യങ്ങളാണ്. ജനിതക കാരണങ്ങളാലും സ്ട്രെസ് ഉണ്ടാകുന്നു. അതുപോലെ അവനവനെക്കുറിച്ച് അവനവനോട് തന്നെ പ്രതീക്ഷയില്ലാത്തതും സ്ട്രെസ്സിന് കാരണമാണ്. നിങ്ങൾ എത്ര കോൺഫിഡൻ്റ് ആയിരിക്കുന്നുവോ, എത്ര വിശ്വാസത്തോടെ ഇരിക്കുന്നുവോ, അത്രയും പേടി കുറഞ്ഞിരിക്കും. 5 വയസ്സിലെ ഒരു ബോധതലത്തിലാണ് നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത്. ഈ ലിമിറ്റേഷൻസ് നമ്മളെ പുതിയ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതിൽ നിന്നും പുതിയ സാധ്യതകളെ ചൂണ്ടിക്കാണിക്കുന്നതിൽ നിന്നും തടയുന്നു. ഞാൻ സ്മാർട്ടല്ല, ഞാൻ ഓർഗനൈസ്ഡ് അല്ല, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എനിക്ക് ആവശ്യത്തിന് സമയമില്ല. നിങ്ങളിൽ എത്ര പേരാണ് ഇങ്ങനെയുള്ള ചിന്തകൾ കൊണ്ട് നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയെ തടയുന്നത്? നിങ്ങൾക്ക് 2 കാര്യങ്ങൾ ചെയ്യാം. ഒന്ന്, നിങ്ങളുടെ ലിമിറ്റിംഗ് ബിലീഫ്സിനെ അംഗീകരിക്കാം, അല്ലെങ്കിൽ ആ വിശ്വാസങ്ങൾക്കപ്പുറം പോകാം. നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ ലിമിറ്റേഷനുകളും മനസ്സിലാണ്. ഈ ലിമിറ്റിംഗ് ബിലീഫുകളെ കളഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, നിങ്ങൾ എനിക്ക് ഞാൻ മതി എന്ന ഒരു അവസ്ഥയിലാണ് എന്ന്. അതായത് കാര്യപ്രാപ്തിയുള്ള ഒരാളാണ് നിങ്ങൾ എന്ന്. നിങ്ങൾക്ക് എല്ലാം കൈകാര്യം ചെയ്യാൻ കഴിയും. ആവശ്യമായ സമയം നിങ്ങൾക്ക് ഉണ്ടാകും. നിങ്ങൾ എല്ലാ വിധത്തിലുമുള്ള സാധ്യതകളും കാണും. അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഇന്നത്തെ അഫർമേഷൻ: ഐ ബിക്കം മോർ കോൺഫിഡൻറ്റ് ആൻഡ് പ്രൊഫിഷ്യൻറ്റ് എവറി ഡേ. ദെയർ ആർ നോ ലിമിറ്റ്സ് ടു മൈ എബിലിറ്റീസ്. ഓരോ ദിവസം കഴിയുന്തോറും ഞാൻ കൂടുതൽ ആത്മവിശ്വാസവും നൈപുണ്യവുമുള്ള ഒരാളാകുന്നു. എൻ്റെ കഴിവുകൾക്ക് പരിധികളില്ല. ഇനി ഇന്നത്തെ മിറർ വർക്കാണ്. ഒരു കസേരയിൽ വളരെ കംഫർട്ടബിളായി ഇരിക്കുക. പാദങ്ങൾ നിലത്ത് കുത്തിയിരിക്കുക. കൈ പത്തി മലർത്തി വയ്ക്കുക. കണ്ണുകൾ അടയ്ക്കുക. പതുക്കെ ശ്വസിക്കുക. ശ്വാസം പതുക്കെ അകത്തേക്ക് എടുക്കുക, പതുക്കെ പുറത്തേക്ക് വിടുക. 2-3 തവണ ഇത് ആവർത്തിക്കുക. നിങ്ങളുടെ ഭയവും ടെൻഷനും ഒരു ഓവർ കോട്ടായി നിങ്ങൾ ധരിച്ചിരിക്കുന്നതായി സങ്കല്പിക്കുക. ഈ ഓവർ കോട്ടിൻ്റെ ബട്ടൺ പതുക്കെ അഴിച്ച് ഓവർ കോട്ട് ഊരി തറയിലിടുക. നിങ്ങളുടെ ടെൻഷനും ഭയവും എല്ലാം നിങ്ങളിൽ നിന്ന് പറന്നു പോകുന്നതായി കാണുക. മസിലുകൾ റിലാക്സ് ആവുന്നത് ഫീൽ ചെയ്യുക. ശരീരം മൊത്തം റിലാക്സ് ആകാൻ അനുവദിക്കുക. രണ്ടാമതായി ചെയ്യേണ്ടത്, കണ്ണാടി എടുത്ത് കണ്ണിലേക്ക് നോക്കുക. ഞാൻ എല്ലാ ഭയത്തെയും റിലീസ് ചെയ്യുന്നു. എല്ലാ ടെൻഷനും പോകാൻ അനുവദിക്കുന്നു. ഞാൻ സമാധാനത്തിലാണ്. ടെൻഷനിൽ നിന്നുള്ള വിടുതൽ എൻ്റെ ദൈവിക അവകാശമാണ്. ഈ അഫർമേഷനുകൾ ആവർത്തിക്കുക. മൂന്നാമതായിട്ട്, കണ്ണുകൾ അടയ്ക്കുക. വീണ്ടും ശ്വാസമെടുക്കുക. അഫർമേഷൻ പറയുക: ഞാൻ എന്നെ വിശ്വസിക്കുന്നു. ഞാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ്. എനിക്ക് ഇത് ചെയ്യാൻ കഴിയും. എൻ്റെ മുന്നിലേക്ക് വരുന്ന ഏത് കാര്യത്തെയും കൈകാര്യം ചെയ്യാൻ എനിക്ക് കഴിയും.
ഞാൻ സാധ്യതകളിൽ വിശ്വസിക്കുന്നു. നാലാമതായി, ഇന്ന് കണ്ണാടി കാണുമ്പോഴൊക്കെ ഞാൻ സമാധാനത്തിലാണ്. എനിക്കാവശ്യമായ അത്രയും സമയം എനിക്കുണ്ട്. ഞാൻ ജീവിതത്തോടൊപ്പം എളുപ്പത്തിൽ ബുദ്ധിമുട്ടില്ലാതെ ഒഴുകുന്നു എന്ന അഫർമേഷൻ പറയുക. ജേർണലിംഗ് ആണ് അടുത്തതായി. ആദ്യമായി ചെയ്യേണ്ടത് കണ്ണടയ്ക്കുക, പഴയ കാലത്തേക്ക് പോവുക. ഒരു 5 വയസ്സ് പ്രായമുള്ള സമയത്ത്. ഇപ്പോൾ നിങ്ങൾ എവിടെയാണ്? സ്കൂളിലാണോ? വീട്ടിലാണോ? നിങ്ങൾക്ക് എന്ത് ചെയ്യാനാണ് ഇഷ്ടം? ഈ ലോകത്തെ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? ഇനി പതുക്കെ കണ്ണുകൾ തുറക്കുക. മനസ്സിൽ വന്ന എല്ലാ കാര്യവും എഴുതി വെക്കുക. രണ്ടാമതായിട്ട്, ഏതെങ്കിലും വേദനയോ ദുഃഖമോ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ ഈ 5 വയസ്സുകാലത്ത്? നിങ്ങളുടെ ഓർമ്മയിൽ വരുന്ന, നിങ്ങളെ വിഷമിപ്പിക്കുന്ന ഫീലിങ്സ് എഴുതുക. മൂന്നാമതായി നിങ്ങൾ ചെയ്യേണ്ടത്, രണ്ടാമത്തെ സ്റ്റെപ്പിൽ എഴുതിയ നിങ്ങളുടെ വേദന, ദുഃഖം ഇവയ്ക്കുള്ള കാരണം എഴുതുക. ഒരുപക്ഷെ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ജോലിസ്ഥലത്ത് ഒരു മോശം ദിവസമായിരുന്നിരിക്കും അന്നത്തേത്. അതുകൊണ്ട് നിങ്ങളോട് കള്ളം പറഞ്ഞതാകാം. അല്ലെങ്കിൽ സ്നേഹിക്കപ്പെടാത്ത ഒരു ബാല്യകാല സുഹൃത്ത് അവൻ്റെ അല്ലെങ്കിൽ അവളുടെ വേദന നിങ്ങളോട് കാണിച്ചതാകാം. ഇതെല്ലാം എഴുതുക. നാലാമതായി, ഈ ആഴ്ച നിങ്ങൾ സ്ട്രെസ്ഡ് ആകുന്ന എല്ലാം ലിസ്റ്റ് ചെയ്യുക. അവയിൽ ഏതെങ്കിലും നിങ്ങളുടെ ലിമിറ്റിംഗ് ബിലീഫ്സ് അല്ലെങ്കിൽ 5 വയസ്സുകാലത്ത് രൂപപ്പെട്ട വിശ്വാസം കൊണ്ട് ഉണ്ടായതാണോ എന്ന് സമയമെടുത്ത് ചിന്തിക്കുക. നിങ്ങളുടെ ഉള്ളിലെ ചിന്തകൾ എഴുതുക. ഇനി ഇന്നത്തെ ഹൃദയ ചിന്തയാണ്. ഐ എക്സ്പീരിയൻസ് ദ ടോട്ടാലിറ്റി ഓഫ് പോസിബിലിറ്റീസ് വിതിൻ മീ. എൻ്റെ ഉള്ളിലെ മൊത്തത്തിലുള്ള സാധ്യതകളെ ഞാൻ അനുഭവിക്കുന്നു. 21 തവണ ഇത് എഴുതേണ്ടതാണ്. ഇതിൻ്റെ അർത്ഥം നിങ്ങളുടെ ലിമിറ്റിംഗ് ബിലീഫിനും അപ്പുറം പോവുക എന്നുള്ളതാണ്. അത് ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ട് കാര്യമില്ല, സമയമില്ല, ഒരുപാട് തടസ്സങ്ങളുണ്ട്, ഞാൻ സ്ത്രീയാണ്, ഞാൻ പുരുഷനാണ്, അതുകൊണ്ട് പറ്റില്ല. ഇങ്ങനെയുള്ള ചിന്തകളാണ് നിങ്ങളുടെ മൊത്തത്തിലുള്ള സാധ്യതകളെ അനുഭവിക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടയുന്നത്. ഇനി മെഡിറ്റേഷൻ. നെഗറ്റീവായതും പേടിപ്പിക്കുന്നതുമായ ചിന്തകളാണ് നമ്മളെ സ്ട്രെസ്ഡ് ആക്കുന്നത്. എവിടെയും ഉപയോഗിക്കാൻ പറ്റുന്ന ചില അഫർമേഷനുകളാണ്. കാറിലായിരിക്കുമ്പോഴും, യാത്ര ചെയ്യുമ്പോഴും, വീട്ടിലായിരിക്കുമ്പോഴും, ജോലി സ്ഥലത്തായിരിക്കുമ്പോഴും ഈ അഫർമേഷനുകൾ ഉപയോഗിക്കാവുന്നതാണ്. മനസ്സ് ശാന്തമാക്കുക. ഞാൻ എല്ലാ ഭയത്തെയും സംശയങ്ങളെയും പോകാൻ അനുവദിക്കുന്നു. ജീവിതം എനിക്ക് എളുപ്പവും ലളിതവും ആകുന്നു. ഞാൻ എനിക്ക് വേണ്ടി സ്ട്രെസ് ഇല്ലാത്ത ഒരു ലോകം സൃഷ്ടിക്കുന്നു. ഞാൻ പതുക്കെ ശ്വാസം എടുക്കുമ്പോഴും പുറത്തേക്ക് വിടുമ്പോഴും കൂടുതൽ റിലാക്സ്ഡ് ആകുന്നു. ഞാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ്. എൻ്റെ മുന്നിലേക്ക് വരുന്ന ഏത് കാര്യത്തെയും ഞാൻ കൈകാര്യം ചെയ്യുന്നു. ഞാൻ എൻ്റെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നു. ഞാൻ ഓരോ ദിവസവും കൂടുതൽ സുരക്ഷിതയാകുന്നു. എൻ്റെ ഫീലിങ്സ് സുരക്ഷിതമായി പ്രകടിപ്പിക്കാൻ എനിക്ക് കഴിയുന്നു. ഏതൊരു അവസ്ഥയിലും ശാന്തതയോടെ ഇരിക്കാൻ എനിക്ക് കഴിയുന്നു. വരുന്ന എല്ലാ പ്രശ്നങ്ങളെയും കൈകാര്യം ചെയ്യാൻ ഞാൻ എന്നെ വിശ്വസിക്കുന്നു. സ്ട്രെസ് ഒരു ഭയമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എല്ലാ ഭയങ്ങളെയും ഞാൻ റിലീസ് ചെയ്യുന്നു. മെഡിറ്റേഷൻ അവസാനിക്കുന്നു. ഇന്ന് വൈകുന്നേരം 6:30 സൂമിൽ എൻ്റെ ഒരു ഫ്രീ ലൈവ് വെബിനാറുണ്ട്. താല്പര്യമുള്ളവർക്ക് പങ്കെടുക്കാവുന്നതാണ്. വെബിനാർ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നു. താങ്ക് യു.